ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത അരുമരക്ഷകനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ജീവിതത്തിൽ പ്രതിസന്ധിയും നിർണായകങ്ങളാകുന്ന കഷ്ടങ്ങളുടെയും സാഹചര്യങ്ങൾ അനേക മനുഷ്യരിൽ പലപ്പോഴും കടന്നു വരാറുണ്ട്. എന്നാൽ അതിൻ്റെ മുമ്പിൽ തോറ്റുപോവുക എന്നതിനേക്കാളുപരിയായി അതിൽ ജയാളിയായി ജയകരമാകുന്ന ഒരു ജീവിതത്തിനായി നമ്മെ തന്നെ ഒരുക്കുക എന്നതാണ് ദൈവവചനം അനുശാസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ. എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ അടിച്ചു വരുന്ന പ്രതിസന്ധികളുടെ മുമ്പിൽ, ഓളങ്ങളുടെ മുമ്പിൽ, പ്രയാസങ്ങളുടെ മുമ്പിൽ തകർന്നു പോകുന്നവരോ ക്ഷീണിച്ചു പോകുന്നവരോ ആയി ഞാനും നിങ്ങളും ഒക്കെ ആകാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒറ്റപ്പെടലുകളുടെ മുമ്പിൽ എപ്പോഴും ദൈവാശ്രയത്തോടും ധൈര്യത്തോടും കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുകയും അതിനായി വാഞ്ചിച്ചുകൊണ്ട് വിടുതൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രതീക്ഷിച്ച് ധൈര്യത്തോടെ നാം മുൻപോട്ട് പോവുകയും ചെയ്യുന്നു എങ്കിൽ ദൈവം നമ്മളെ അത്ഭുതകരമായ അതിശയകരമായി വഴി നടത്തുവാനിടവരും. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രി എൻ്റെ അടുക്കൽ നിന്നു. 24-ാം വാക്യം, പൗലോസേ, നീ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രതികൂലങ്ങളും തിരമാലകളും അടിച്ചുയർന്നാലും ദൈവിക പ്ലാൻ നിറവേറുവോളം, അല്ലെങ്കിൽ ദൈവിക പദ്ധതികളും കണക്കുകൂട്ടലുകളും നമ്മളിൽ പ്രാവർത്തികമാക്കുവോളം ഒരു ശത്രുവിനും ഒരു ദുഷ്ട അധികാരത്തിനും നമ്മളെ തോൽപ്പിക്കുവാനോ കീഴ്പ്പെടുത്തുവാനോ കഴിയുകയില്ല എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ലോകത്തിലുള്ള മനുഷ്യർ ഒരുപക്ഷെ ലോകത്തിലുള്ള മനുഷ്യരെ ശ്രദ്ധിച്ചു എന്ന് വന്നേക്കാം. അപ്പോസ്തല പ്രവൃത്തി തന്നെ 23-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെ അല്ലെങ്കിൽ കപ്പലുടമസ്ഥൻ്റെ വാക്ക് അധികം വിശ്വസിച്ചു. അതേ, പലപ്പോഴും ലോകത്തിലുള്ളവർ നമ്മളുടെ വാക്കുകൾ ശ്രദ്ധിച്ചെന്ന് വരത്തില്ല. കാരണം അവർക്ക് ലോകത്തിലുള്ളവർ പറയുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ശതാധിപതിനേക്കാൾ അല്ലെങ്കിൽ കപ്പലുടമ വിശ്വസിച്ച വ്യക്തിയേക്കാൾ ഒക്കെ വ്യത്യസ്തമായി ദൈവിക ദർശനവും ദൈവിക പ്ലാനും തിരിച്ചറിയാവുന്ന വ്യക്തിയാണ് പൗലോസ് എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. കാരണം നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളുടെ ഇന്നലകളെയും നമ്മുടെ ഇന്നിനെയും നമ്മുടെ നാളെയെയും ഒരുപോലെ വിവേചിക്കാൻ കഴിവുള്ളതും തൻ്റെ ജനത്തെ ഭക്തിയിലും ധൈര്യത്തിലും നടത്തുവാൻ പ്രാപ്തിയുള്ളതുമായ ഒന്നാണ്. ആയതിനാൽ നാം ഈ ദിവസങ്ങളിൽ ധൈര്യപ്പെട്ട് ദൈവസന്നിധിയിൽ ഉറപ്പോടെ വിശ്വാസത്തോടെ നാം മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം തയ്യാറാകുകയും അതിനായി ദൈവിക പ്ലാനുകൾ അല്ലെങ്കിൽ ദൈവാലോചനകൾ നാം മൗനമായിരുന്ന് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. ചില ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ സമയങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് വ്യക്തമായ ഒരു മറുപടിയോ വ്യക്തമായ ഒരു ആലോചനയോ പല സമയങ്ങളിലും നമുക്ക് ലഭിക്കാത്തതുപോലെ നാം ഒറ്റപ്പെട്ട മറുപടിയില്ലാത്ത നിരാശയുടെ നടുവിൽ കൂപ്പുകുത്തുന്നത് പോലെ ആയിത്തീരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ദൈവത്തിന് നമ്മളെ വിടുവിക്കണമെന്ന പ്ലാനും പദ്ധതിയും ഉണ്ടെങ്കിൽ ഏത് നിർണായക ഘട്ടത്തിലും ദൈവം തൻ്റെ ഭക്തന്മാരെ വിടുവിച്ച് വേണ്ടുന്ന വിടുതലുകൾ നമ്മുടെ മേൽ പകർന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് നാം മറന്നു പോകരുത്. അതുപോലെ തന്നെ അടുത്തതായി ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഗോഡ്സ് പ്ലാൻ ഈസ് ഫോർ അസ് ഈസ് ദാറ്റ് ബിക്കം മോർ ലൈക്ക് ജീസസ്. നാം യേശുവിനെ പോലെ ആകുവാനാണ് ദൈവത്തിൻ്റെതാകുന്ന പ്ലാനുകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ രൂപത്തോട് അനുരൂപപ്പെടുവാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന ഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ ക്രിസ്തുവിനെ പോലെയാകുവാൻ, യേശുവിൻ്റെ വാക്ക് കാക്കുവാൻ, യേശുവിനെ നോക്കി ജീവിപ്പാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നതെന്ന് നാം മറന്നു പോകരുത്. ചില സമയങ്ങൾ തിരമാലകൾ നമ്മളെ മുക്കിക്കളയുന്ന മണിക്കൂറുകൾ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ കടന്നു വന്നു എന്ന് വന്നേക്കാം. എന്നാൽ അതിനൊന്നിനും നമ്മളെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. പിന്നെയും നാം ഗ്രഹിക്കേണ്ടത്, ദൈവിക പ്ലാൻ ഒരു വ്യക്തിയിലുള്ളിടത്തോളം കാലം ഒരു ശത്രുവിനും ഒരു അന്ധകാര ആധിപത്യത്തിനും നമ്മളെ തോൽപ്പിച്ച് കളയുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ കഴിയത്തില്ല.
മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. കാരണം പാതാള ഗോപുരത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ശത്രുവിൻ്റെ ആധിപത്യങ്ങളുടെ മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവിക ശക്തി എപ്പോഴും നമ്മളെ നിയന്ത്രിക്കുകയും നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനാകുന്ന പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന ഘട്ടങ്ങളിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നത്, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദൈവം എന്നെ അവസാനം വരെയും വഴി നടത്തുവാൻ ശക്തനാണ്. ഇന്നെന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടേതാക്കുന്ന ജീവിത സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒറ്റപ്പെടലുകൾ ഉണ്ടായെന്ന് വന്നേക്കാം, രോഗങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം, പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ മുമ്പിൽ നിഴലിച്ച് നിൽക്കുന്നു എന്ന് വന്നേക്കാം. ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത ഒരു തീരാ കയത്തിലേക്ക് നമ്മൾ മുങ്ങിപ്പോകുന്നോ എന്ന് സംശയിക്കുന്ന മണിക്കൂറുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായി എന്നും വരാം. എന്നാൽ ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന സാഹചര്യങ്ങളിൽ അതേ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം പറയുന്ന പ്രകാരം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടുകൂടെ ഉള്ളിടത്തോളം, ദൈവം നമ്മളോട് സംസാരിക്കുന്നിടത്തോളം കാലം ഒരു ശത്രുവിനും നമ്മളെ കീഴ്പ്പെടുത്തി കളയുവാൻ കഴിയത്തില്ല. മാത്രമല്ല, നമ്മളെക്കുറിച്ചുള്ള ദൈവിക പ്ലാനുകൾ നിറവേറുവോളം ഒരു ശത്രുവിനും നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയത്തില്ല. ആയതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവിക പ്ലാൻ ഇന്നതെന്ന് നിരൂപിച്ച് അതിനെ ഗ്രഹിച്ചറിഞ്ഞ് വിശ്വാസത്തിൽ ശക്തരായി മുന്നേറുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ദൈവിക പ്ലാനുകളെ, പദ്ധതികളെ മനസ്സിലാക്കി വിശ്വസ്തയോടെ ധൈര്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, അങ്ങ് നൽകുന്ന നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവിക പ്ലാനുകൾ യഥോചിതമായി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അനുഗ്രഹത്തോടെ മുൻപോട്ട് പോകുവാൻ ആവശ്യമായ ദൈവകൃപയും ശക്തിയും നിന്റെ ജനത്തിൻ്റെ മേൽ കർത്താവ് പകരണം. ആരെങ്കിലും നിരാശരായി, രോഗികളായി, ഭാരം അനുഭവിക്കുന്നവരായി ഈ വചനം കേൾക്കുന്നെങ്കിൽ അതിവേഗത്തിൽ ചലിക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തി